ഏഷ്യയിലെ വിവിധ റേഡിയോ നിലയങ്ങളിലൂടെ പ്രിൻസ് ഓഫ് പീസ് എന്ന പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കപ്പെട്ട അന്ത്യകാല ലക്ഷണങ്ങളും ബൈബിൾ പ്രവചനങ്ങളും എന്ന വിഷയത്തിന്റെ ചോദ്യോത്തര പ്രക്ഷേപണ പരിപാടികളാണ് നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ഈ പ്രോഗ്രാം നിങ്ങൾ കേൾക്കുന്നത് www.divinevoiceofchrist.org/ഇന്റർനെറ്റ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോ മാധ്യമത്തിലൂടെയാണ്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. തുടർന്ന് ഈ പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ നമ്പറുകൾ ദയവായി ശ്രദ്ധിക്കുക. 9494141499 9495446029. ഇടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുള്ള കാലവും വന്നു എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിന് പണ്ടങ്ങാണ്ട് സൃഷ്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഈ പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ ചെയ്യാനുണ്ടായിരുന്നായിരിക്കാം. എന്നാൽ ഇന്ന് ബുദ്ധിരാഷ്ട്രന്മാർ, ശാസ്ത്രജ്ഞന്മാർ കൊടുകുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ഈ ലോകത്തിലെ കാലഗതികളിലും സംഭവങ്ങളിലും ഒന്നും ഇടപെടാൻ ആവശ്യമില്ല, ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ള ചിന്തയ്ക്ക് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണിത്. ഒരു പ്രസ്താവനയായിട്ട് തോന്നുന്നു. തീർച്ചയാണ് ദൈവം ഇന്ന് മൗനമായിട്ടിരിക്കുന്നു എന്ന് പലരും ചിന്തിക്കുന്നു. ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാൻ വേണ്ടി എഴുന്നള്ളുന്ന ഒരു ദൈവത്തെ, ജീവനുള്ള ദൈവത്തെക്കുറിച്ച് ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ ഒരു വാക്യം അതുള്ള ബന്ധത്തിൽ ചോദിച്ചുകൊണ്ട് വായിച്ചു കേൾപ്പിക്കാം. 50-ാമത്തെ സങ്കീർത്തനത്തിൽ ന്യായവിധിയുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നുണ്ട്. അതിന്റെ 21-ാം വാക്യം, ഇവ നീ ചെയ്തു ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. ദൈവം മൗനമായിട്ടിരിക്കുക. എന്നാൽ അടുത്തത്, എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കൺമുമ്പിൽ അവയെ നിരത്തി ഞാൻ ശിക്ഷിച്ചു. ഞാൻ ഇന്ന് മൗനമായിട്ടിരിക്കുന്നു. നീ വിചാരിച്ചു ഞാൻ നിന്നെ പോലുള്ളവരാണെന്ന്. അല്ല, ഇവയെല്ലാം നിന്റെ മുന്നിൽ ഞാൻ നിരത്തി വെക്കും, നിന്നെ ശിക്ഷിക്കും ഞാൻ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഇന്നത്തെ ലോക ചരിത്രം, ലോക സംഭവങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ, നമ്മൾ ഓർത്തതുപോലെ ഭൂമി മനുഷ്യന് വസിപ്പാൻ യോഗ്യതയില്ലാത്ത ഒരു പട്ടണമായി മാറിയിരിക്കുകയാണ്, ഒരു സ്ഥലമായി മാറി. ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് ഒരു ആരോഗ്യപരമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയുന്നത്? ഈ വണ്ടികളിൽ നിന്ന് കത്തിപ്പോകുന്നത് കാർബൺ മോണോക്സൈഡാണ്. അതൊരു മനുഷ്യൻ ശ്വസിച്ചാൽ മരിച്ചു പോകും. എത്ര വണ്ടികളാണ് ഈ വഴികളിലൂടെ ഒഴുകുന്നത്? എത്ര ടൺ ഓയിലാണ് ഒരു ദിവസം കത്തുന്നത്? മനുഷ്യന്റെ ഓസോൺ ലെയർ നശിച്ചു. ഐസ് കട്ടകൾ, അതായത് ആർട്ടിക് അന്റാർട്ടിക് റീജിയൻ ഉരുകി തുടങ്ങി. മനുഷ്യന് വലിയ ഭീകരമായ ഒരു അന്തരീക്ഷം വാസ്തവത്തിൽ മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചിരിക്കുക. അതിന്റെ ഉത്തരവാദി മനുഷ്യൻ തന്നെയാണ്. ദൈവം സൗജന്യമായിട്ട് അനുഭവിക്കാൻ കൊടുത്ത വായു, വെള്ളം, വെളിച്ചം ഇതെല്ലാം മനുഷ്യൻ ഉപയോഗിച്ച് വിഷമുള്ള വായു, വിഷമുള്ള വെള്ളം, വിഷമുള്ള വെളിച്ചം ഇങ്ങനെയാക്കി മാറ്റിക്കഴിഞ്ഞല്ലേ? അതെ, അതിന്റെ കാരണം അവർ എന്റെ ചട്ടങ്ങളെ ലംഘിച്ചു, എന്റെ പ്രമാണങ്ങളെ ലംഘിച്ചു. അതുകൊണ്ട് ഭൂമി മലിനമായി. അപ്പൊ ദൈവത്തിന്റെ ചട്ടങ്ങളെ ലംഘിച്ചതാണ് ഭൂമി മലിനമാകാനായിട്ടുള്ള കാരണം. പൊള്യൂഷൻ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ വലിയ ഒരു സംഭവമാണ്, ഒരു ആഗോള പ്രശ്നമായി മാറി. ഈ മലിനീകരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പരിസമാപ്തി എന്തായിരിക്കും? വളരെ ചുരുക്കമായിട്ടൊന്ന് പറയാമോ? ഇതിന്റെ സമാപ്തി, ദൈവം വന്ന് ഈ മനോഹരമായി സൃഷ്ടിച്ച ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കും, അല്ലെങ്കിൽ ന്യായം വിധിക്കും. തരുവിൻ ചുവടിനു കോടാലി വയ്ക്കും, വിധി നടത്തും ദൈവം. ആ ന്യായവിധിക്ക് ശേഷം ഈ ഭൂമിയെ അവൻ വീണ്ടും മനുഷ്യന് വാസയോഗ്യമായി ഭംഗിയുള്ളതാക്കി തീർന്നു. അങ്ങനെ ബൈബിൾ പ്രവചിക്കുന്നുണ്ട്. അവൻ വന്ന് 1000 വർഷം രാജാവായി ഇവിടെ ഭരിക്കാൻ പോവുകയാണ്. ഈ ലോക രാജ്യത്വം ക്രിസ്തുവിനും ആയിത്തീരാൻ പോവുകയാണ്. അവൻ മടങ്ങി വരുന്നു. അതല്ലാതെ മനുഷ്യന് യാതൊരു ഹോപ്പുമില്ല. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, വർദ്ധിച്ചു വരുന്ന പകർച്ചവ്യാധികൾ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃഷിഭൂമികൾ, മലിനപ്പെടുന്ന അന്തരീക്ഷം, മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ, വർദ്ധിച്ചു വരുന്ന രോഗങ്ങൾ, മനുഷ്യന് ഭൂമിയിൽ മുന്നോട്ട് ജീവിപ്പാൻ സാധ്യമല്ല. അവന്റെ ഏക പ്രത്യാശ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവും പിന്നീടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതുവരെയുള്ള ലോക ചരിത്രം, ഇതുവരെയുള്ള സംഭവങ്ങൾ നാം വിലയിരുത്തുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിമൂശയിൽ മനുഷ്യൻ രൂപപ്പെടുത്തുന്ന ഒരു ഇസം കൊണ്ടും ഒരു മനുഷ്യ വ്യക്തിക്കും, ഒരു ശാസ്ത്രജ്ഞനും, ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനും പരിഹരിക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഇന്നത്തെ ആധുനിക ജനത മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ജനത്തെ രക്ഷിക്കുവാൻ, ലോകത്തെ രക്ഷിക്കുവാൻ, ഭൂമിയെ പുതുക്കുവാനായിട്ട് യേശുക്രിസ്തു വീണ്ടും വരുന്നു എന്നുള്ളത് എത്ര ശുഭകരമായൊരു വാർത്തയാണ്. ആ വാർത്ത വിളംബരം ചെയ്യുവാനായിട്ട് സാറിനെ പോലെയുള്ളവര് തയ്യാറാകുന്നു എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. ആ വീണ്ടും വരുന്ന സമാധാനത്തിന്റെ പ്രഭു തന്നെ മടങ്ങിവന്ന് നമ്മുടെ ലോകത്തെ ഒന്ന് ഉദ്ധരിക്കട്ടെ, ശുദ്ധീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. ഇസ്രായേലിൻ നായക, വിശ്വസ്നേഹത്തിൻ
നായക, നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു, നിന്റെ രാജ്യം വരുന്നു. അർത്ഥവും ലക്ഷ്യവും ജീവിതത്തെ കണ്ടെത്തുവാൻ ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ നൽകുന്ന സന്ദേശം സഹായിക്കട്ടെ. മനുഷ്യന് സമാധാനം നഷ്ടപ്പെട്ടത് പാപത്താലാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. പാപം അഥവാ അകൃത്യങ്ങൾ നമ്മെ പരിശുദ്ധനായ ദൈവത്തിൽ നിന്നും അകറ്റി. അകൃത്യങ്ങളില്ലാത്ത മനുഷ്യർ ഇല്ലെന്ന് ബൈബിൾ പറയുന്നു. ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യക്കുഞ്ഞും പാപ സ്വഭാവത്തോടെ ജനിക്കുന്നു. പാപത്തിന്റെ വിത്ത് അവരിലുണ്ട്. കുട്ടികൾ വളർന്നു വരുമ്പോൾ ആരും പഠിപ്പിക്കാതെ, പറയാതെ, പ്രേരിപ്പിക്കാതെ തെറ്റിലേക്ക് വഴുതി വീഴുന്ന കാഴ്ച സാധാരണമാണല്ലോ. എന്തുകൊണ്ട്? നിഷ്കളങ്കരായ കൈക്കുഞ്ഞുങ്ങളിലും പാപസ്വഭാവമുണ്ട്. അതുകൊണ്ട് അവസരവും സാഹചര്യവും വരുമ്പോൾ അവർ അകൃത്യങ്ങളിൽ വീഴുന്നു. അവസരങ്ങളും സാഹചര്യങ്ങളും അനുകൂലമാക്കിയാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് ചിന്തിക്കുന്നവർ ധാരാളമുണ്ട്. അതിനാണ് ലോകജനത ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വിദ്യാഭ്യാസം നൽകുന്നു, സംസ്കാരം നൽകുന്നു, ശാസ്ത്രജ്ഞാനം കൊടുക്കുന്നു, മതബോധനം നൽകുന്നു, സാൻമാർഗിക പ്രബോധനം നൽകുന്നു. ഇതെല്ലാമുള്ള ആധുനിക മനുഷ്യൻ കൂടുതൽ നന്നാവുകയാണോ അതോ ചീത്തയാവുകയാണോ ചെയ്തത്? അറിവ് കൂടുമ്പോൾ അവൻ നന്നാവുകയല്ലേ വേണ്ടത്? എന്നാൽ ആർക്കും നിയന്ത്രിക്കുവാനോ നേരെയാക്കുവാനോ പറ്റാത്ത വിധം നമ്മുടെ ലോകം മുന്നേറുകയല്ലേ? എന്താണ് ഇതിന് കാരണം? ആന്തരിക പ്രശ്നത്തെ ബാഹ്യമാണെന്ന് ചിന്തിച്ച് ചികിത്സിക്കുകയാണ്. അതാണ് കാരണം. പ്രശ്നം പാപമാണ്. പാപം കുറെ തെറ്റായ പ്രവൃത്തികൾ എന്നതിനേക്കാൾ ഉപരിയായി സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒന്നാണെന്ന് ക്രിസ്തു പഠിപ്പിച്ചു. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ എന്നാണ് യേശു പഠിപ്പിച്ചത്. അപ്പോൾ മനുഷ്യൻ നേരെയാകണമെങ്കിൽ അവന്റെ ഹൃദയം നേരെയാകണം. മനുഷ്യൻ നന്നാകണമെങ്കിൽ അവന്റെ ഹൃദയം ശുദ്ധമാകണം. അതിന് മാർഗം മതമല്ല, മതാചാരങ്ങളല്ല, മനുഷ്യ ബുദ്ധിയിലെ പരിഹാര മാർഗങ്ങളുമല്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ പാപങ്ങളെ ക്ഷമിച്ച് മനുഷ്യഹൃദയത്തിലെ മലിനതകളെ ശുദ്ധീകരിച്ച് അവനെ മഹാസമാധാനത്തിനുടമയാക്കുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു സമാധാന പ്രഭുവാണ്. ഈ സമാധാനത്തിനുടമയാകുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്, യേശുവിന്റെ ആഹ്വാനത്തിന് ചെവി കൊടുക്കുക. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ല. ഞാൻ സമാധാനം തരാമെന്ന് വാഗ്ദത്തം തരുന്ന യേശുവിനെ ശരണപ്പെടുക. യേശു ഒരു കൂട്ടത്തിന്റെ മാത്രം രക്ഷകനല്ല, ഒരു രാജ്യത്തിന്റെയോ സമൂഹത്തിന്റെയോ മാത്രം രക്ഷകനല്ല. അവിടുന്ന് ലോകരക്ഷകനാണ്. എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ എന്നാണ് അവിടുത്തെ ആഹ്വാനം. അവിടുത്തോട് അപേക്ഷിക്കുവാൻ ആർക്കു വേണമെങ്കിലും അവസരമുണ്ട്. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ യേശുവിന്റെ അദൃശ്യമായ സാന്നിധ്യമുണ്ട്. രണ്ടാമത്, ലോകം തരുന്ന സമാധാന വഴികളോട് വിട പറയുക. അത് താൽക്കാലിക സമാധാനമെന്ന് അറിയുക. മദ്യം, മയക്കുമരുന്ന്, മനഃശാസ്ത്രം, മതം, മതാചാരങ്ങൾ എന്നുവേണ്ട മനുഷ്യബുദ്ധിയിലുള്ള മാർഗങ്ങൾ മനുഷ്യന് താൽക്കാലിക സമാധാനം തരുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ മനുഷ്യന് ആശ്വാസം കൊടുക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. അത് ലോകം തരുന്ന സമാധാനമാണ്, താൽക്കാലികമാണ്, അസ്തമിച്ചു പോകുന്നതാണ്. എന്നാൽ അതിന് വേണ്ടെന്ന് തീരുമാനിക്കുകയും മതങ്ങൾക്കെല്ലാം അതീതനായ ക്രിസ്തുവിൽ പാപക്ഷമയും പുതുജീവിതവും ഉണ്ടെന്നറിഞ്ഞ് അവിടുത്തെ വിളിച്ചപേക്ഷിക്കുമെങ്കിൽ താങ്കൾക്കും സമാധാനപ്രഭു സമാധാനം തരും. ആത്മാർത്ഥമായി ഇങ്ങനെ ഒരു പ്രാർത്ഥന നമ്മിൽ നിന്നും ഉയർന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. കർത്താവേ, ഈ കേട്ട കാര്യങ്ങൾ സത്യമാണെങ്കിൽ എന്റെ ജീവിതത്തിലും എനിക്കവിടുന്ന് സമാധാനം തരണമേ. താൽക്കാലിക സമാധാന വഴികളെ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ ആന്തരിക പ്രശ്നമായ അകൃത്യങ്ങൾക്ക് അങ്ങ് ക്ഷമ തന്നാലും എന്റെ ജീവിതത്തിൽ വന്ന് എന്നെ നിയന്ത്രിക്കണമേ. അകൃത്യങ്ങളെ ജയിച്ച് ജീവിക്കുന്ന പുതിയ ജീവിതത്തിന് ഉടമയാക്കണമേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്താൽ എന്നെയും ധന്യനാക്കണമേ, അനുഗ്രഹിക്കണമേ. ആത്മാർത്ഥമായ ഈ പ്രാർത്ഥനയിലൂടെ ഇഹലോക ജീവിതവും പരലോക ജീവിതവും അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ ദൈവം ഞങ്ങളുടെ എല്ലാ കേൾവിക്കാരെയും സഹായിക്കുമാറാകട്ടെ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന ആ ക്രൈസ്തവ സന്ദേശം അല്ലെങ്കിൽ സുവിശേഷ സന്ദേശത്തിന്റെ സാരാംശം ഏത് കാലത്തും, പ്രത്യേകിച്ച് അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ആവർത്തിച്ച് പ്രഖ്യാപനം ചെയ്യേണ്ട ഒരു സന്ദേശമായിട്ട് എനിക്ക് തോന്നുകയാണ്. ഈ കാര്യങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും ചിന്തിക്കുന്നു. പ്രിയ സ്നേഹിതരെ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ഒരു അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ യുഗത്തിലേക്ക് നാം പ്രവേശിക്കുവാൻ തുടങ്ങുകയാണ്.
യേശുക്രിസ്തു വീണ്ടും വരികയും ക്രിസ്തുവിൽ വിശ്വസിച്ചു മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ആ സുദിനത്തിൽ താങ്കളുടെ സ്ഥിതി എന്തായിരിക്കും? ഈ കാലഘട്ടം മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള സന്ദർഭമാണ്. വേഗത്തിൽ ഇത് അവസാനിക്കും എന്ന് ലോക സംഭവങ്ങൾ നമ്മോട് പറയുന്നുണ്ടല്ലോ. നാശത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഹ്വാനവും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ രക്ഷകനായി ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമോ? നിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ, നിന്റെ രാജ്യം ഭൂവിൽ വരട്ടെ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഈ ഭൂവിലുമായി വരട്ടെ. സ്നേഹിതരെ, പ്രവചനം ബൈബിളിന്റെ മാത്രം പ്രത്യേകതയാണ്. അത് പഠിക്കുന്നത് അനുഗ്രഹവും ആനന്ദവുമാണ്. ബൈബിളിലേക്ക് മടങ്ങി വരിക. അവിടെ കാണാം ചരിത്രത്തിന്റെ ദൈവം നമ്മെയും ലോകത്തെയും ദൈവീക ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണെന്ന്. ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി തിരിച്ച യേശുക്രിസ്തു താങ്കളുടെ പരാജയ ജീവിത ചരിത്രത്തെ തിരുത്തിക്കുറിക്കുവാൻ ശക്തനാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപക്ഷമയും സമാധാനവും ആത്മരക്ഷയും പൊതുജീവിതവും കണ്ടെത്തുവാൻ ഇനിയും താമസിക്കണമോ? ചിന്തിക്കുക. ഞങ്ങളുടെ മൊബൈൽ നമ്പർ ശ്രദ്ധിച്ചാലും 9495446029. ഇമെയിൽ അഡ്രസ് peacetract@gmail.com. പോസ്റ്റ് 4 പുതുപ്പള്ളി PO കോട്ടയം 11 കേരള. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ഇന്റർനെറ്റ് റേഡിയോയിൽ, അതായത് ഡിവൈൻ വോയിസ് ഓഫ് ക്രൈസ്റ്റ് .org/ഇന്റർനെറ്റ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. മറക്കാതെ ഈ പ്രോഗ്രാം അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ഇന്റർനെറ്റ് റേഡിയോയിൽ കേൾക്കുവാൻ നിങ്ങളെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.